പുലർച്ചെ 4 മണി മുതൽ ഗുരുവായൂരിൽ വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചു. ചരിത്രത്തിലെ ഏറ്റവും അധികം വിവാഹത്തിന് ബുക്കിംഗ് വന്ന ദിവസമായതിനാൽ തന്നെ വിപുലമായ സൗകര്യങ്ങൾ ദേവസ്വവും ഒരുക്കിയിരുന്നു. സ്ഥിരമായുള്ള 4 മണ്ഡപങ്ങൾക്ക് പുറമെ 2 താൽക്കാലിക മണ്ഡപങ്ങൾ കൂടി താലികെട്ടിനായി ഒരുക്കിയിരുന്നു. ഓരോ വിവാഹ സംഘത്തിനൊപ്പവും 20 പേർക്ക് മാത്രമേ അനുഗമിക്കാൻ അനുമതി ഉണ്ടായിരുന്നുള്ളൂ. കിഴക്കേ നടയിൽ ദർശനത്തിനായി എത്തിയവർക്കും നിയന്ത്രണമുണ്ടായിരുന്നു. പക്ഷേ എല്ലാം സുഗമമായി നടന്നു. മണ്ഡപങ്ങൾ എക്സ്ട്രാ ഇട്ടതിൻ്റെ ഒരു ഗുണം കിട്ടി. രാവിലെ 1 മണിക്കൂർ നേരത്തെ കല്യാണം 5 മണിക്കുള്ള 4 മണിക്ക് തന്നെ ആരംഭിക്കാനും കൂടി സാധിച്ചു. അതുകൊണ്ട് 150 മുകളിൽ കല്യാണം ഇതിനകം തന്നെ കഴിഞ്ഞു. എത്രയും പ്രതീക്ഷയില്ല, അതൊരു റെക്കോർഡാണ് പറയുന്നത്. സുഖമായിരുന്നു, വലിയ 350-ലേറെ വിവാഹങ്ങൾ ഷീട്ടാക്കിയിരുന്നെങ്കിലും 20-ലേറെ ഡബിൾ എൻട്രികൾ ഉണ്ടായി. ഈ ചിങ്ങമാസത്തിൽ വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ ദിവസമെന്നതാണ് ഇന്ന് ഇത്രയേറെ വിവാഹങ്ങൾ ഗുരുവായൂരിൽ നടക്കാൻ കാരണമായത്. ജ്യോത്സ്യന്മാർ പറഞ്ഞ പ്രകാരമുള്ള നല്ല മുഹൂർത്തമാണെന്ന്. സെപ്റ്റംബർ 8 ഇന്നേ വരെ ഗുരുവായൂരിൽ നടക്കാത്ത വിവാഹം 277 ആയിരുന്നു. ഇന്ന് 353 വിവാഹം. ഇതിനെക്കാട്ടും നല്ല ഫെസിലിറ്റികൾ ഇന്ന് ദേവസ്വം കൊണ്ടുവന്നിട്ടുണ്ട്. സെക്യൂരിറ്റിമാർ അവരുടെ സഹായം, കൂടെയുള്ള സ്റ്റാഫുകളുടെ സഹായം, കോയിമ്മമാരുടെ സഹായം, എല്ലാവരും നല്ല രീതിയിൽ ഇതിനുവേണ്ടി രാവിലെ 4 മണിക്ക് തുടങ്ങിയ വിവാഹമാണ്. ഉച്ചയോടെ കിഴക്കേ നടയിലുണ്ടായിരുന്ന ദർശനത്തിനുള്ള നിയന്ത്രണങ്ങൾ നീക്കി. ഒരു വിവാഹത്തിന് പരമാവധി 3 മുതൽ 4 മിനിറ്റ് വരെയാണ് സമയമെടുത്തിരുന്നത്. രാവിലെ 11 മണിയോടുകൂടി തന്നെ 300ഓളം വിവാഹങ്ങൾ പൂർത്തിയാക്കി. ഗുരുവായൂരിൽ താലി ചാർത്തിയ വധൂവരന്മാർക്ക് മാതൃഭൂമി യാത്രാമാസിക സമ്മാനമായി നൽകി. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.